ആരെ വാ വാ വാ. പശ്ചിമ ബംഗാളിലെ വിശ്വാസികളായ മുസ്ലിം സമൂഹം വളരെ കൃത്യമായ ഒരു തീരുമാനമെടുത്തു. ഈ വലിയ പെരുന്നാളിന് ബലിമൃഗത്തെ അറുത്തു കൊടുക്കുമ്പോൾ ഞങ്ങൾ പശുവിനെയും അതുപോലെയുള്ള ജീവികളെയും അറുത്തു കൊടുക്കുന്നില്ല, ഞങ്ങളതിനെ വിൽക്കുന്നില്ല, ഞങ്ങളതിനെ വാങ്ങുന്നുമില്ല. അതിനു പകരം ആടിനെ അറുത്തു കൊടുക്കാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത്. എല്ലാവരും കൂട്ടത്തോടെ അത്തരമൊരു തീരുമാനമെടുത്തതോടുകൂടി പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളായ കന്നുകാലി വളർത്തലുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് കാര്യം. സത്യത്തിൽ ഇത്തരം സംഗതികൾക്ക് അങ്ങനെയാണ് ജനാധിപത്യപരമായി മറുപടി കൊടുക്കേണ്ടത്. കലാപമുണ്ടാക്കിയല്ല, ഏറ്റുമുട്ടിയല്ല, വെല്ലുവിളിച്ചല്ല, തെരുവിൽ നേരിട്ടല്ല, നിശ്ചയദാർഢ്യമുള്ള തീരുമാനത്തോടുകൂടി വേണം ചില കാര്യങ്ങളോട് പ്രതികരിക്കാൻ. അതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് അവിടെ കണ്ടത്. അത് മുഴുവൻ രാജ്യത്ത് നടപ്പിലാക്കി കന്നുകാലികളെയും പോത്തിനെയും അതിൻ്റെ വഴിക്ക് വിട്ട ശേഷം, പശുവിനെ അടക്കം ഉപേക്ഷിച്ച ശേഷം മനുഷ്യൻ ആടിലേക്ക് മടങ്ങിയാൽ, ആടിൻ്റെ വ്യാപാരത്തിൽ കേന്ദ്രീകരിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്നത് BJP കേന്ദ്രങ്ങൾക്ക് തന്നെയായിരിക്കും, സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് തന്നെയായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ എക്സ്പോർട്ട് നടത്തുന്നത് മുഴുവൻ അവരാണ്, അതിൻ്റെ വ്യാപാരം നടത്തുന്ന ഏജൻസികൾ അവരാണ്, അത് വിൽക്കുന്നവർ അവരാണ്, അത് ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും സംഘപരിവാറുകാരാണ്. സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ് രാജ്യത്തെ ബീഫ് ഫാക്ടറികൾ അധികവും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും പോകുന്നതുമെല്ലാം. വെറുതെ ആൾക്കൂട്ടത്തെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പേരുള്ളവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ നടത്തുന്ന ശ്രമങ്ങൾക്കപ്പുറത്ത് അതിനെ വളരെ സ്ട്രാറ്റജിക്കലായി നേരിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. അതിലേക്ക് ഒരു സമൂഹം തിരിയുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ പിന്നെ പശു ദൈവമാണെങ്കിൽ ആ പശുവിനെ നാട്ടിലെങ്ങും കാണാത്ത സ്ഥിതിയാവും. ഒരുപാട് മനുഷ്യർ പട്ടിണിയിലാവും, ഒരുപാട് മനുഷ്യർ പ്രതിസന്ധിയിലാവും, സാധാരണക്കാരായ ആളുകൾ ബുദ്ധിമുട്ടും. ഈ ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. അവിടെ ഉണ്ടാകേണ്ടത് ആസൂത്രിതമായ ഒരു സംഗതിയാണ്, ആസൂത്രിതമായ ഒരു ഇടപെടലാണ്. ആ ഇടപെടലിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. ഏതായാലും അത്തരമൊരു പരിഹാരത്തിൻ്റെ സൂചന നൽകുന്ന പ്രതീക്ഷാനിർഭരമായ നടപടിയാണ് പശ്ചിമ ബംഗാളിലെ മനുഷ്യർ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ പശ്ചിമ ബംഗാളിലെ 5ഓളം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. അവരുടെ എല്ലാ മേഖലകളിലും അവർ ഈ പറയുന്ന പശുവിന് പകരം അല്ലെങ്കിൽ കന്നുകാലികൾക്ക് പകരം ആടിനെ വാങ്ങി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ആടിനെ വാങ്ങി വിതരണം ചെയ്യുകയും അതിനെ മുറിക്കുകയും ചെയ്താൽ പിന്നെ ദൈവമാണ്, പിന്നെ മറ്റെന്തെങ്കിലുമാണ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഉണ്ടാവില്ല. അതുണ്ടാക്കുന്ന വ്യാപാര സമ്മർദ്ദം, അതുണ്ടാക്കുന്ന പ്രതിസന്ധി നാട്ടുകാർക്കും നാടിനും മൊത്തമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഇത് ആരെയും പരാജയപ്പെടുത്താനല്ല, ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിഷേധം സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ അറിയേണ്ടവരെ അറിയിക്കാനുള്ളൊരു മാർഗമായി വേണം ഇതിനെ മാറ്റാൻ. അത്തരം പ്രേരണകൾ നൽകി സ്വന്തം സമുദായത്തെ പാകപ്പെടുത്തേണ്ടതിന് പകരം ഇല്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ തീരാത്ത തർക്കവിഷയങ്ങളും ഉന്നയിച്ച് മാസങ്ങളോളം, വർഷങ്ങളോളം, തലമുറകളോളം അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനമെടുത്ത പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമൂഹത്തിനും അതിന് ഉത്തരവാദികളായ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു.